നമസ്കാരം. റഷ്യയെ കീറിച്ചൊറിഞ്ഞ ഉക്രൈൻ ഇപ്പോൾ കിട്ടുന്നത് വൻ തിരിച്ചടിയാണ്. ദിനംപ്രതി അവർക്ക് 4 പാട് നിന്നും റഷ്യ നല്ല മുട്ടൻ പണി കൊടുത്ത് അവരാകെ ക്ഷീണിച്ചു. ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ പോലും റഷ്യ അടങ്ങിയിരുന്നിട്ടില്ല. അത്രയേറെ അവർ രോഷാകുലരാകാൻ കാരണവുമുണ്ട് കേട്ടോ. അതായത് എല്ലാം പൊറുക്കാൻ തയ്യാറാണ് എന്ന് സാക്ഷാൽ പുടിൻ സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണം കൊണ്ട് അവർ ഇറങ്ങിയത്. അങ്ങനെ അതും ബൈഡൻ ഭരണകൂടത്തിന്റെ വാക്കും കേട്ടാണെന്ന് കൂടി ഓർക്കണം. പിന്നെ എങ്ങനെ കിട്ടാതിരിക്കും? എന്തായാലും എന്താണ് ഉക്രൈനിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഡിസംബർ 23 നടത്തിയ ആക്രമണത്തിന് ശേഷം 24, 25 തീയതികളിലും വൻ ആക്രമണമാണ് ഉക്രൈനിൽ റഷ്യൻ സൈന്യം അഴിച്ചുവിട്ടത്. ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈനിലുടനീളം റഷ്യ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ അതിർത്തിയിലെ ഗാർക്കോവ് മേഖല, സെൻട്രൽ ഉക്രൈനിലെ ഡെനോപ്രോപെസ്കോ, സ്പോറോഷ്യ മേഖലയിലെ കീവിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം എന്നാണ് പുറത്തുവരുന്ന വിവരം. ഉക്രൈൻ തലസ്ഥാനമായ കീവിലും ഉക്രൈനിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും വൻ സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഉക്രൈൻ വ്യോമസേനയുടെ അഭിപ്രായത്തിൽ കാലിബർ ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയാണ് റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവയുടെ എണ്ണം എത്രമാത്രമാണെന്നത് റഷ്യ വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. അതേസമയം ഇപ്പോൾ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തയ്യാറായിട്ടുമില്ല. ശത്രു വീണ്ടും ഉക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ വൻതോതിൽ ആക്രമിക്കുകയാണെന്നാണ് ഉക്രൈനിയൻ ഊർജ്ജ മന്ത്രി ജർമൻ ഗലൂഷ്ചെങ്കോ ആരോപിച്ചിരിക്കുന്നത്. റഷ്യയുടെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണത്തെ തുടർന്ന് സ്ഥിതി ഗുരുതരമാണെന്ന് ഉക്രൈൻ വൈദ്യുതി ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേറ്ററായ ഉക്രൈനർഗോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖാർഗോവിൽ മാത്രം റഷ്യ കുറഞ്ഞത് 7 സ്ട്രൈക്കുകളെങ്കിലും ഒറ്റയടിക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് ഖാർഗോവ് റീജിയണൽ അഡ്മിനിസ്ട്രേഷന്റെ തലവൻ ഒലെഗ് സ്നിഗോബോവ് പറയുന്നത്. നിരവധി തീപിടുത്തങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട്. സിവിലിയൻ നോൺ റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ വലിയ രൂപത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട്. ഖാർഗോവിന്റെ ചില ഭാഗങ്ങൾ വെള്ളമോ വെളിച്ചമോ ഒന്നുമില്ലാതെ അവശേഷിച്ചതായിട്ടാണ് പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് സ്ട്രാന യുവ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയതെന്നും ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്നും ഡെനോപ്രോസ്കോവ് റീജിയണിന്റെ തലവൻ ഡൽഹി റിസാൽഗാവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈൻ സൈനിക ലക്ഷ്യങ്ങൾ, പ്രതിരോധ വ്യാവസായിക സൗകര്യങ്ങൾ, കീവിന്റെ സൈനിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് റഷ്യ മാസങ്ങളായി നിരന്തരം ആക്രമണം നടത്തി വരികയാണ്. പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് ആഴത്തിൽ ഉക്രൈൻ തൊടുത്തുവിടുകയും എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ. തങ്ങൾ ഒരിക്കലും സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നില്ലെന്ന് റഷ്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഉക്രൈനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മിക്കതും ഇതിനകം തന്നെ റഷ്യ സ്വന്തമാക്കി കഴിഞ്ഞു. പിടിച്ചെടുത്ത ഒരു പ്രദേശം പോലും വിട്ടു നൽകില്ലെന്നും റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം സമവായത്തിന് വന്നാൽ പോലും ഈ നിലപാടിൽ മാറ്റം ഇല്ല എന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ പട നയിച്ച അമേരിക്കയോടും ഉക്രൈൻ ആയുധവും പണവും നൽകി സഹായിച്ച മറ്റ് നാറ്റോ സഖ്യകക്ഷികളോടും അടങ്ങാത്ത പകയാണ് റഷ്യക്ക് നിലവിലുള്ളത്. ഉക്രൈനിയൻ യുദ്ധം അവസാനിച്ചാൽ നാറ്റോയ്ക്കെതിരായ യുദ്ധത്തിന് റഷ്യ തയ്യാറെടുപ്പ് തുടങ്ങുമെന്ന ആശങ്ക ഇപ്പോൾ നിലവിൽ അമേരിക്കയ്ക്കുമുണ്ട്. ട്രംപിന്റെ കാലം കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത കൂടുതലുമാണ്. അമേരിക്കൻ വിരുദ്ധ ചേരിയെ ഒപ്പം നിർത്തി സൈനിക സഖ്യമാക്കി മാറ്റുക എന്നതാണ് റഷ്യയുടെ തന്ത്രം. നിലവിൽ ഉത്തര കൊറിയയുമായി അത്തരമൊരു സൈനിക കരാർ റഷ്യയ്ക്കുണ്ട്. ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റ് ചില സൗഹൃദ രാജ്യങ്ങളുമായും റഷ്യ അധികം താമസിയാതെ സൈനിക കരാർ ഉണ്ടാക്കും എന്നാണ് യുദ്ധവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.